നമസ്കാരം. തൊടിയിലെ ചെടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് മുരിക്കിനെയാണ്. വെൺമുരിക്ക്, മുള്ളുമുരിക്ക് എന്നൊക്കെ പറയപ്പെടുന്ന മുരിക്കിൻ്റെ ശാസ്ത്രീയ നാമം എരിത്രിന സ്ട്രിക്റ്റ എന്നാണ്. ലെഗുമിനോസെ കുടുംബത്തിൽപ്പെടുന്ന മുരിക്കിനെ സംസ്കൃതത്തിൽ പാരിബദ്ധ്യം, നിംബതരു, കിംശുകം, രക്തപുഷ്പി എന്നെല്ലാം വിശേഷിപ്പിക്കുന്നു. ഇന്ത്യയിൽ ഉത്ഭവിച്ച പുരാണ പ്രസിദ്ധമായ വെളുത്ത മൃദുദാരു പൂമരമാണിത്. ശരത്കാലത്ത് ഇല പൊഴിക്കുകയും വേനൽ ആരംഭത്തോടെ കടും ചുവപ്പു നിറത്തിലുള്ള പൂക്കളാൽ സർവാംഗഭൂഷിതയാവുകയും ചെയ്യുന്നു ഈ വൃക്ഷം. പശ്ചിമ തീരത്തും ബർമ്മയിലും ധാരാളമായി കാണപ്പെടുന്ന ഈ വൃക്ഷത്തിന്റെ തടി പാക്കിംഗ് കേസുകൾ നിർമ്മിക്കുന്നതിനും കുരുമുളകിന് താങ്ങുവൃക്ഷമായും വേലിക്ക് പത്തലായും ഉപയോഗിക്കുന്നു. കട്ടിയിലുള്ള പച്ച നിറത്തിലുള്ള തൊലിക്കുമേൽ മങ്ങിയ മഞ്ഞ നിറത്തിൽ പ്ലാസ്റ്റിക് പോലുള്ള ഒരു പാടയുണ്ട്. ഇതിൽ ധാരാളം മുള്ളുകൾ ഉണ്ടാവും. ചെറുശാഖകളിലാണ് മൂർച്ചയേറിയ മുള്ളുകളുള്ളത്. ഏകദേശം 16 സെന്റിമീറ്ററോളം നീളം വരുന്ന ഇലകൾ 3 ഇലകളുടെ കൂട്ടമായാണ് കാണപ്പെടുന്നത്. നടുഭാഗത്തുള്ള ഇലകൾക്ക് താരതമ്യേന വലിപ്പം കൂടുതലായിരിക്കും. ഹൃദയാകാരമാണ് ഇലകൾക്കുള്ളത്. ഇത് മുയലിൻ്റെ ഒരു പ്രധാന ഭക്ഷണം കൂടിയാണ്. ജനുവരിയോടെയാണ് ഈ വൃക്ഷത്തിൽ പൂക്കൾ വിരിയുന്നത്. കടും ചുവപ്പു നിറത്തിലുള്ള പൂക്കളിൽ 5 അസമദളങ്ങൾ ഉണ്ടായിരിക്കും. പൂക്കൾക്ക് ശലഭാകൃതിയാണ്. ഏകദേശം 15 സെന്റിമീറ്ററോളം നീളം വരുന്ന ഫലം നീളത്തിൽ തൂങ്ങിക്കിടക്കുന്നു. ഇതിൽ നിരനിരയായി പയറു പോലെയുള്ള വിത്തുകൾ അടുക്കിയിട്ടുണ്ടായിരിക്കും. ക്രൈസോവൈൻ, എരിസോഡൈൻ, ഹൈപ്പാഫോറിൻ തുടങ്ങിയവയാണ് ഈ സസ്യത്തിലെ പ്രധാന രാസഘടകങ്ങൾ. വേര്, പുറംതൊലി, പൂവ്, തളിര് തുടങ്ങിയവയാണ് ഉപയോഗമായിട്ടുള്ള ഭാഗങ്ങൾ. പൂവിൻ്റെ കടും ചുവപ്പു നിറം സൂചിപ്പിക്കുന്നത് പോലെ രക്തസംബന്ധമായ രോഗങ്ങളിലാണ് മുരിക്കിൻ്റെ പ്രാധാന്യം. നിരവധി ഔഷധ ഗുണങ്ങളുള്ള മുരിക്കിൻ്റെ ആയുർവേദത്തിലെ ഉപയോഗങ്ങൾ ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിശദീകരിക്കുന്നതാണ്. മുരിക്ക്, അതായത് കിംശുകം എന്ന് പറയും. ഈ കിംശുകപത്രാദി എന്ന് പറഞ്ഞൊരു എണ്ണ ആയുർവേദത്തിൽ ധാരാളം യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ കിംശുകത്തിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ ഏറ്റവും അധികം ഉപയോഗം ഈ ചൊറി എന്ന് പറഞ്ഞാൽ, ചൊറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മടക്കുകളിലൊക്കെ കാണുന്ന ഈ ഫംഗസിനോടനുബന്ധിച്ചുണ്ടാകുന്ന ഒരു ചൊറിയുണ്ട്. ഈ ഫംഗസിലാണ് ഈ അതിൻ്റെ കിംശുകപത്രാദി, അതായത് കിംശുകപത്ര ഇതിൻ്റെ ഇലയാണ്. ഇല ഇട്ടിട്ട് എണ്ണ കാച്ചിൽ തേച്ച് കഴിഞ്ഞാൽ ഈ ചൊറി ഒക്കെ മാറും. കുട്ടികൾക്കായാലും വലിയ ആൾക്കാർക്കും വേണ്ടില്ല. ഇതിൻ്റെ ഇല ഇട്ട് മൂപ്പിച്ചിട്ട് ആ എണ്ണ തേച്ച് കഴിഞ്ഞാൽ ശരീരത്തിലുണ്ടാകുന്ന ചൊറി കുറയും. പിന്നെ ഇതിൻ്റെ ഈ ഇല, അതിൻ്റെ നീരെടുക്കുക. ഇതിൻ്റെ ഇല നീരെടുത്തിട്ട് ലേശം തേൻ ചേർത്തിട്ട് ഒരു ആർത്തവത്തിൻ്റെ 3 ദിവസം മുമ്പ് ദിവസേന കഴിച്ചാൽ ഈ ആർത്തവ സംബന്ധമായ വേദനകൾ കുറയും. പിന്നെ ഈ ചെവി വേദന ഉള്ള ആൾക്കാർക്കും അത് ഈ മുരിക്കിൻ്റെ ഇല എടുത്തിട്ട് നീരെടുത്തിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ ചെവി വേദന കുറയും. പിന്നെ ഈ മുരിക്കിൻ്റെ ഇല ഇട്ട് വെള്ളം തിളപ്പിക്കുക. സ്ട്രോങ് ആയിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ഈ നടുവേദന ഉള്ള ആൾക്കാർക്ക് മുരിക്കിൻ്റെ ഇല ഇട്ട് വെള്ളം തിളപ്പിച്ച് അതിൽ തുണി മുക്കിയിട്ട് നല്ല ചുടുക്കനെ ആ തുണി അവിടെ നടുവേദനയ്ക്കുള്ള ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ വേദന കുറയും. പിന്നെ പൊതുവെ ശരീരത്തിന് വേദന ഉള്ള ആൾക്കാർക്ക്, ഈ ജോലിയൊക്കെ എടുത്തിട്ട് വല്ലാണ്ട് മസിൽ പെയിനൊക്കെ ഉള്ള ആൾക്കാർക്ക് മുരിക്കിൻ്റെ ഇല ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് അതിൽ കുളിച്ച് കഴിഞ്ഞാൽ വേദന പെട്ടെന്ന് നിൽക്കും.